ഹലോ. സമ്മർ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റും തണുപ്പും തുടങ്ങിയിട്ടോ. ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നല്ല പെരുമഴയായിരുന്നു. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഉച്ചയ്ക്കത്തെ ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ അയില വറുത്തത് വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മാങ്ങച്ചാറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ മട്ടൻ കറി കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞിട്ട് മട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വെച്ച മട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അതപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ കൂടെ കൊടുത്തയച്ചിരുന്നു. ഒഴിച്ചുകറിയായിട്ട് കൂടെ രസമായിരുന്നു കേട്ടോ. എന്തെങ്കിലും നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചുകറിയായിട്ട് ഞാൻ രസം കൂടി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ രസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പരിപാടീസ് ഇതൊക്കെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊട്ടാറ്റോ എയർ ഫ്രൈ ചെയ്തതും കുറച്ച് അവക്കാഡോയും പിയർ ഫ്രൂട്ടാണ്. കൂട്ടത്തിൽ ആപ്പിൾ, ക്യുക്കംബർ, ലെമൺ, മിൻറ്റ് ആൻഡ് ജിഞ്ചർ യൂസ് ചെയ്തിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഷിബിൻ ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കപ്പ ബിരിയാണിയാണ്. കപ്പയും ബീഫും യൂസ് ചെയ്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ സെപ്പറേറ്റ് കപ്പ വേവിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. കുറച്ച് മാറ്റിവെച്ച കൊള്ളിയുടെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് തലക്കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇത് വറ്റ മീനാണ്. വറ്റ മീനിൻ്റെ തല യൂസ് ചെയ്തിട്ടാണ് തലക്കറി ഉണ്ടാക്കിയത്. മീൻ ഇത് വറ്റിച്ച് വെച്ചതാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മീൻകറിയും കപ്പ ബിരിയാണിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഷിബിൻ ചേട്ടൻ എത്തിയിട്ടോ. വർക്ക് കഴിഞ്ഞ് ഷിബിൻ ചേട്ടൻ വരുന്ന ടൈമിൽ ഞാനിപ്പോഴും വിൻഡോയിലൂടെ നോക്കിക്കോട്ടോ എത്തിയെന്ന് അറിയാനായിട്ട്. 7 മണിയായി വർക്ക് കഴിഞ്ഞെത്തിയപ്പോൾ. അപ്പം നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ വന്നേ. അപ്പം ഞാൻ മീൻ വറുത്ത് ചോറിൻ്റെ കൂടെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടോ. പരിപ്പുള്ളി മുളക് ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപ്പ് കറി ആട്ടോ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയിരുന്നു കേട്ടോ. ഇപ്പം എല്ലാ ദിവസവും ഞാൻ ക്ലൗഡ് നോക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ, പകുതി ക്ലൗഡി ആൻഡ് ഗ്ലൂമി ആയിട്ട് ഡാർക്ക് ആയിട്ടിരിക്കുന്നുണ്ടാവും. ഒരു സൈഡ് ഫുള്ള് നല്ല സണ്ണി ആൻഡ് ബ്ലൂ ആയിട്ടിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ കറങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഇന്ന് ഞാൻ പോയില്ല. കാരണം ഇന്ന് ഷിബിൻ ഫ്രണ്ട്സും ബോയ്സ് ആയിട്ടുള്ള ചെറിയൊരു ട്രിപ്പായിരുന്നു. ബ്രൈറ്റൺ ബീച്ചിലേക്കാണ് പോയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും തിരിച്ചെത്തുമ്പോൾ പുലർച്ചയ്ക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പോയില്ല. അപ്പോൾ ബായ്.